ഓക്കെ ഓക്കെ. ആദ്യമേ തന്നെ ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ, അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ്. ക്രിസ്മസിനായിട്ടുള്ള നമ്മുടെ ഒരുക്കത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഒരു പ്രത്യേക വ്യക്തികളെ കുറിച്ചാണ്. അത് ഏഹ്, മാലാഖമാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. നമുക്കറിയാം, ക്രിസ്മസ് കാലഘട്ടം മാലാഖമാരെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിക്കുകയും വായനകളിലെല്ലാം, സുവിശേഷ വായനകളിലെല്ലാം മാലാഖമാര് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗബ്രിയേൽ മാലാഖയ്ക്ക് വേണ്ടി പ്രത്യേകം സ്ഥാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പം മാലാഖമാരെ കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് നാം. ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ മാലാഖമാരായിട്ട് വേഷം ധരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഇഷ്ടമാണ് മാലാഖമാരെ പോലെ ആകാൻ. തീർച്ചയായും നമ്മൾ സ്വർഗത്തിൽ മാലാഖമാരെ പോലെ ആകേണ്ടവരാണ്. ഇന്ന് ആ മാലാഖമാരെ കുറിച്ച് പറയുമ്പോഴും പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് മാലാഖമാരോട് ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മാലാഖമാരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അവരെ കുറിച്ച് അറിയാനും ഒരുപക്ഷെ പരിശ്രമിച്ചിട്ടുണ്ടാവില്ല എന്നിരിക്കാം. മാലാഖമാരെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണോ, അതോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൃഷ്ടിയുണ്ടോ? CCC 328 മുതൽ 336 വരെയുള്ള ഖണ്ഡികകളിൽ മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായും മാലാഖമാർ എന്ന് പറയുന്നത് വിശ്വാസ സത്യത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മള് നിത്യാവിശ്വാസ പ്രമാണത്തില് ഇങ്ങനെ ഏറ്റു പറയുന്നുണ്ട്, ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ അദൃശ്യ സൃഷ്ടികളാണ് മാലാഖമാര്. അവര് സ്വതന്ത്ര ബുദ്ധിയുള്ളവരും ഇച്ഛാശക്തിയുള്ളവരും വ്യക്തിത്വമുള്ളവരും അമർത്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് മാലാഖമാർ. അവര് നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരും ആരാധിക്കുന്നവരും ദൈവത്തെ സദാ മുഖാഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, CCCയിൽ പറയുന്നതാണ്, മാലാഖമാരെന്ന് പറയുന്നത് അത് അവരുടെ പേരിനെയോ അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന, അവരുടെ ദൗത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. മാലാഖമാര് ദൈവത്തിന്റെ സേവകരും ദൈവത്തിന്റെ സന്ദേശവാഹകരുമാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 11-ാം വാക്യത്തില് പ്രകാരമാണ്, സ്വർഗത്തിൽ പിതാവായ ദൈവത്തെ സദാ ദർശിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മാലാഖമാർ. അപ്പൊ തീർച്ചയായിട്ടും ദൈവത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് അത് അനുവർത്തിക്കുന്നവരും കൂടിയാണ് മാലാഖമാർ. അതോടൊപ്പം തന്നെ ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ പ്രകാരം കാണുന്നുണ്ട്, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവാത്മാക്കളല്ലേ അവരും. രക്ഷയുടെ അവകാശികൾ അത് മനുഷ്യരാണ്. അപ്പൊ തീർച്ചയായും ദൈവത്തെ മാത്രമല്ല മനുഷ്യരെയും സേവിക്കാനും അവർ നിയോഗിക്കപ്പെട്ടിരിക്കും. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് മാലാഖമാർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടത്തും വലത്തും എല്ലാം മാലാഖമാരുണ്ട്. നമ്മുടെ ചുറ്റിനും മാലാഖമാരുണ്ട്. നമുക്ക് വേണ്ടി ദൈവം ഒരു കാവൽ മാലാഖയെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി നമ്മെ സംരക്ഷിക്കാനും നമ്മളെ പരിപാലിക്കാനും സദാ കാവൽ മാലാഖ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ഇനി സഭാപിതാക്കന്മാർ പറയുന്നതനുസരിച്ച് 9 വൃന്ദം മാലാഖമാരാണ് ഉള്ളത്. അവർക്ക് പ്രത്യേകം ഓരോ വൃന്ദത്തിന് പ്രത്യേകം പേരുകളുണ്ട്, അവർക്ക് പ്രത്യേകം ദൗത്യങ്ങളുണ്ട്. ആദ്യത്തെ വൃന്ദം മാലാഖമാണ് സ്രാഫേൻ മാലാഖ വൃന്ദം. അവര് നമ്മെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനും അതുപോലെ അനുതാപത്തിന്റെ കൃപ നമുക്ക് ലഭിക്കാനും നമ്മളെ സഹായിക്കുന്നവരാണ്. ഇനി ക്രോവേൻ മാലാഖമാര് ദൈവിക ജ്ഞാനവും അറിവും വിവേകവും നൽകി നമ്മെ സഹായിക്കുന്നവരാണ്. ഭദ്രാസനന്മാരായ അവര് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമ്മളെ സഹായിക്കും, അതുപോലെ അതനുസരിച്ച് അനുവർത്തിക്കാനും നമ്മളെ സഹായിക്കുന്നവരാണ്. ആധിപത്യന്മാരായ മാലാഖമാർ അവര് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ദൈവഭയത്തിൽ ജീവിക്കാനും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ത്വാത്വികന്മാർ നിഗൂഢമായ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നവരാണ്. ബലവത്തുക്കൾ നമ്മളെയും അതുപോലെ നമുക്കുള്ള സകല വസ്തുക്കളെയും സംരക്ഷിക്കുന്നവര് അവരാണ്. ഇനി അതുപോലെ പ്രാഥമികന്മാരായ മാലാഖമാര് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നവരും ദൈവകൽപ്പനകൾ പാലിക്കാൻ നമ്മളെ സഹായിക്കുന്നവരുമാണ് അവർ. അതുപോലെ മുഖ്യദൂതന്മാർ, അവരുടെ പേരുകൾ നമുക്കറിയാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ. ദുഷ്ടപിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവരൊരുക്കുന്ന കെണികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ് മുഖ്യദൂതന്മാർ. അതുപോലെ ദൈവദൂതന്മാർ, ആ ഗണത്തിലാണ് നമ്മുടെ കാവൽ മാലാഖമാര് വരുന്നത്. നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ നിത്യതയിൽ എത്തുവോളം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ കാവൽ മാലാഖ നമ്മളെ പല രീതിയിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന് നല്ല ചിന്തകളും നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും നമുക്ക് നൽകാൻ കാവൽ മാലാഖ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താൻ നമ്മളെ സഹായിക്കുന്നു, അപകടത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നു.
ദൈവത്തിന്റെ തിരുവിഷ്ടം വെളിപ്പെടുത്തി തരാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ മരണസമയം നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് കാവൽ മാലാഖമാരാണ്. അതുപോലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ നമ്മളെ സഹായിക്കുന്നു. പാപത്തിൽ വീഴാതിരിക്കണേ. സഭാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ മാലാഖമാരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ വീഴാതെ നമ്മളെ മാലാഖമാര് സംരക്ഷിക്കും. അതുപോലെ തെറ്റ് ഏറ്റുപറയാൻ, എളിമയോടുകൂടി തെറ്റ് ഏറ്റുപറയാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ പ്രതികാര ചിന്ത നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്ന മാലാഖമാര്. അങ്ങനെ പല രീതിയിലും കാവൽ മാലാഖമാര് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെ അനുദിനം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുദിനം പ്രാർത്ഥിക്കുന്ന മാലാഖമാരോടുള്ള പ്രാർത്ഥനയാണ് കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന. അതോടൊപ്പം തന്നെ നവവൃന്ദ മാലാഖമാരുടെ സംരക്ഷണ പ്രാർത്ഥന. അത് ഒത്തിരി ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. ക്ലിനിക്കിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഈ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കും. ക്ലിനിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ദൈവത്തിന്റെ സംരക്ഷണം, സ്വർഗത്തിന്റെ വലിയ സംരക്ഷണം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട് മാലാഖമാരോടൊപ്പം സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും മാലാഖമാരോട് പ്രാർത്ഥിക്കാത്തവരാണ് നമ്മെങ്കിൽ ഇന്നു മുതൽ നമുക്ക് മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നവരായി തുടങ്ങാം. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം സ്ഥലങ്ങളിൽ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അനേക സ്ഥലങ്ങളിൽ മാലാഖമാരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയിൽ ആരംഭിക്കുമ്പോൾ ഭൗതിക പറുദീസയുടെ വാതിൽ അടയ്ക്കുന്നത് മാലാഖമാരാണ്. ലോത്തിനെ സംരക്ഷിച്ചത് മാലാഖമാരാണ്. ഹാഗാറും കുട്ടികളും മരുഭൂമിയിൽ നിലവിളിക്കുമ്പോൾ അവർക്ക് നീരുറവ ഒഴുക്കി കൊടുക്കുന്നത് അവരാണ്. പിന്നെ അതുപോലെ മോശയ്ക്ക് നിയമം കൊടുക്കുന്നത്, ദൈവജനത്തെ നയിക്കാൻ പ്രവാചകന്മാർക്ക് ദൗത്യം ഏൽപ്പിക്കുന്നത്, ഏലിയ പ്രവാചകൻ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ദൈവദൂതനെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. പിന്നെ തീച്ചൂളയിൽ കിടന്ന 3 യുവാക്കളെ സംരക്ഷിക്കുന്ന മാലാഖയെ ദാനിയലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിംഹത്തിന്റെ വായടച്ച് സിംഹക്കുഴിയിൽ കിടന്ന ദാനിയലിനെ സംരക്ഷിക്കുന്ന മാലാഖയെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹബക്കൂക്ക് യൂദയായിരുന്ന ഹബക്കൂക്ക് പ്രവാചകന്റെ മുടിക്കുത്തിന് പിടിച്ച് ബാബിലോണിലെ സിംഹക്കുഴിയിൽ കഴിയുന്ന ദാനിയലിന് ഭക്ഷണം കൊടുക്കുന്ന മാലാഖ. അതുപോലെ ഗബ്രിയേൽ മാലാഖയാണ് ദേവപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രിസ്മസിന് നമ്മൾ യേശുവിന്റെ ജനനം അറിയിക്കുന്നതും അതുപോലെ മുന്നോടിയായ സ്നാപയോഹന്നാന്റെ ജനനം അറിയിക്കുന്നതും ഗബ്രിയേൽ മാലാഖയാണ്. പിന്നെ യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം, പരസ്യ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ ജനനം മുതൽ സ്വർഗാരോഹണം വരെ മാലാഖമാര് ഈശോയെ ശുശ്രൂഷിക്കുന്നതും സേവിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാലാഖ ജനനം മാലാഖമാരാണ് അറിയിച്ചത്. അതുപോലെ ശൈശവത്തിൽ തന്നെ ഹെറോദസിന്റെ വാൾമുനയിൽ നിന്ന് ഈശോയെ സംരക്ഷിക്കുന്ന മാലാഖ, സ്വപ്നത്തിൽ ഔസപിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എത്രയും വേഗം ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് മാലാഖയാണ്. അതുപോലെ മരുഭൂമിയിൽ യേശുവിന്റെ പരീക്ഷയ്ക്ക് ശേഷം യേശുവിനെ ശുശ്രൂഷിക്കുന്ന മാലാഖമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗത്സമനിൽ ചോര ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഈശോയെ ആശ്വസിപ്പിക്കാൻ വരുന്ന മാലാഖമാര്. പുനരുദ്ധാനത്തിന്റെ സദ്വാർത്ത സ്ത്രീകളെ അറിയിക്കുന്നത് മാലാഖമാരാണ്. അതുപോലെ സ്വർഗാരോഹണത്തെക്കുറിച്ചും 2ാം വരവിനെ കുറിച്ചെല്ലാം അറിയിക്കുന്നത് മാലാഖമാരാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ എടുത്തു നോക്കിയാലും മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാലാഖമാർ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഇന്നും നമ്മോടൊപ്പം, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മോടൊപ്പമായിരിക്കാൻ ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ സേവിക്കാനായിട്ട്, നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാരുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ, ദൈവം നമ്മുടെ ശൈശവം മുതൽ മരണം വരെ, അതോടെ നാം നിത്യതയിൽ എത്തുന്നത് വരെ ജാഗ്രതയോടെ നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്ന മാലാഖമാർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അനുദിന ജീവിതത്തില് മാലാഖമാരുടെ സഹായം നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് ആ ദൈവിക സംരക്ഷണവും ദൈവത്തിന്റെ ആ പരിപാലനയും സ്നേഹവും കരുതലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്രിസ്മസിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് മാലാഖമാരോട് ചേർന്ന്, നമുക്കറിയാം കുടുംബത്തില് അനേകം വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെല്ലാം കാവൽ മാലാഖമാരുണ്ട്. അതോടൊപ്പം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈ നവവൃന്ദ മാലാഖമാര് നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് കുടുംബം. ആ മാലാഖമാരെ പോലെ ആകാനും നമുക്ക് ആഗ്രഹിക്കാം. ഈ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ മാലാഖമാരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പുൽക്കൂട്ടിലെ ഈശോയെ കൂടുതൽ കൂടുതൽ അനുഭവിക്കാനും ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലും പരിപാലനയും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനും ആ ക്രിസ്മസിന്റെ ആനന്ദം അനുഭവിക്കാനും മാലാഖമാരോട് ചേർന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ദൈവം നമുക്ക്
ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.